ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംപുരാന് ശേഷം ലാലേട്ടൻ്റെതായിട്ട് ഏറ്റവും പുതുതായിട്ട് റിലീസിനെത്താൻ പോകുന്ന സിനിമയാണ് തുടരും. ലാലേട്ടനും ശോഭനയും അവർ ഒന്നിക്കുന്ന വളരെ കാലത്തിന് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും. തരുൺ മൂർത്തി ആണ് സംവിധാനം. ലാലേട്ടനെയും ശോഭനയും കൂടാതെ ബിനു പപ്പു, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. അതാണ് ഒരുപാട് കാലത്തിന് ശേഷം ലാലേട്ടനെ ആ ഒരു വിൻറ്റേജ് ലുക്കിൽ കാണാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. പിന്നെ തരുൺ മൂർത്തി എന്ന ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആളുടെ 2 സിനിമകൾ, ഫസ്റ്റ് ഇറങ്ങിയ ഓപ്പറേഷൻ ജാവയാണെങ്കിലും അതിനുശേഷം ഇറങ്ങിയ സൗദി വിളക്കയും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്തായാലും ആ ഒരു സംഭവത്തിനകത്തുണ്ട്. അദ്ദേഹത്തെ ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ആ ഒരു ഡയറക്ടറിൽ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം ട്രെയിലർ. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടെന്നെങ്കിലും കയറി വരും. അടിച്ചാലും കുടിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടില്ല, പുറത്തും നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചിരിക്കുന്നു? മണിമ്പള രാജീവ്. അയ്യോ പാവം വിളിച്ചതാടാ. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് പൊട്ടം എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ. എന്റെ കാറ് കിട്ടൂല. அந்த ஆளுக்கு கார் கையில கட்டியே கிளிப்போம். എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തി. എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് ആക്ച്വലി നമ്മൾ എന്നും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലാലേട്ടനെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഫീലാണ്. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആ കോംബോ, ശോഭന ലാലേട്ടൻ, ആ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ നാടോടിക്കാറ്റിനാണെങ്കിലും തേന്മാവിൻ കൊമ്പത്തിലാണെങ്കിലും മണിച്ചിത്രത്താഴിലാണെങ്കിലും. അപ്പോൾ ആ ഒരു കോംബോ എക്കാലത്തും ഭയങ്കരമായിട്ട് വർക്കാവുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ ആ ഒരു ഫീല്, ആ ഒരു കോംബോയുടെ ആ ഒരു ഫീൽ എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നല്ല രസമായിട്ടുണ്ട് ലാലേട്ടൻ്റെ ആ ഒരു തമാശ, കോമഡി സിനിമകളൊക്കെ വളരെയധികം നമ്മൾ അധികം ആസ്വദിച്ചിരുന്ന ആ ഒരു ലാലേട്ടൻ തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ കൂടിയാണ്. ആ ഒരു ഇതെല്ലാം എനിക്ക് ഒരു എൻ്റർടൈനർ രീതിയിലൊരു സിനിമ, ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന രീതിയിലാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇത് ഫീൽ ചെയ്യുന്നത്. ഇതിൽ ലാലേട്ടനെ കൂടാതെ മണിയമ്പിള്ള രാജു ഉണ്ട്, ഇർഷാദ് അലി ഉണ്ട്, പിന്നെ ഫർഹാൻ ഫാസിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ ഈ ട്രെയിലറിൽ ആളെ പ്രത്യേകിച്ച് കണ്ടില്ല, ഞാൻ ആ ഒരു വിക്കിപീഡിയയിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് അതിനകത്ത് കണ്ടു. പിന്നെ ബിനു പപ്പു, ഞാൻ പറഞ്ഞ പോലെ ബിനു പപ്പു ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ കൂടിയാണ്. എന്തായാലും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. ജെയ്ക്സ് പിജോയാണ് മ്യൂസിക്. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരു എൻ്റർടൈനറിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയോ സംതിങ് ഒരു പ്രോബ്ലത്തിൽ അകപ്പെടുന്നതായിട്ടൊക്കെ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കാറിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ഷൺമുഖം എന്നാണ് ആളുടെ പേര് വരുന്നത്. ശോഭന ലളിത എന്നൊരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇവർ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആളൊരു പ്രോബ്ലത്തിലോട്ട് അകപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന സിനിമയായിട്ടാണ് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. റിലീസ് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു മെയ്യോട് കൂടി റിലീസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാം. നല്ലൊരു പ്രതീക്ഷ തരുന്നൊരു ട്രെയിലർ തന്നെയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു തമ്പനയിൽ തന്നെ വളരെയധികം എനിക്ക് തോന്നുന്നതിൽ നമ്മുടെ നാടോടിക്കാറ്റിലേക്ക് ഒരു ഇതായിട്ടാണ് തോന്നിയത്, ആ ഒരു ഫോട്ടോ ആയിട്ടാണ് തോന്നിയത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കട്ട്സും കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഒരു പ്രോമിസിങ്, നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയായി പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കി നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം.